ഹലോ, ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു മാങ്ങ ജ്യൂസ് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ രണ്ട് മൂത്തിട്ടുള്ള മാങ്ങ എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക. അങ്ങനെ മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പച്ചമുളകും പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും ചെറിയൊരു പീസ് ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള മധുരം അതേപോലെ തന്നെ നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. ഇനി എരി നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണ ഒക്കെ കൂട്ടിയിട്ടും ഇനി കുറയ്ക്കണം എന്നാണെങ്കിൽ കുറച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അടിച്ചെടുത്ത ജ്യൂസ് ഇതേപോലെ അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചൂട്ടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മാംഗോ ജ്യൂസാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കുക.